ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് റജബ് 27 നോമ്പിൻ്റെ ഇടത്താഴത്തിനായിട്ട് എണീറ്റതാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയേക്കാവുന്ന സമയം ഇപ്പം 4:45 കേട്ടോ. അപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ. പല്ലൊന്നും തേച്ചിട്ടില്ല, ഇനി വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഗൈസ്, നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങാനിടാം. മുമ്പ് വരുന്നതിന് മുന്നേ ഉള്ള ആദ്യത്തെ ഇടത്താഴം അല്ലേ. അപ്പോൾ ഇനി ഷാബാൻ 15 ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഇടത്താഴത്തിനൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. ഒന്നില്ലെങ്കിൽ ഒരു ചായ മാത്രം അങ്ങനെയൊക്കെ കുടിക്കാനാണ് പതിവ്. പക്ഷേ ഇന്ന് നമുക്ക് ഒരു മുട്ട പുഴുങ്ങി കഴിക്കാം. നമ്മുടെ ലൈറ്ററിന് ചെറുതായിട്ടൊരു കംപ്ലൈൻറ്റ് വന്നു കേട്ടോ. അതുകൊണ്ട് കത്തുന്നുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ലാമ്പ് ഉപയോഗിച്ചത് കത്തിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു മുട്ട പുഴുങ്ങി കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ള മുട്ട പുഴുങ്ങി വെക്കുവാണെങ്കിൽ അവർ രാവിലെ അത് കഴിച്ചോളും. ഇന്നലെ ചപ്പാത്തിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുട്ട് കഴിക്കാൻ വേണ്ടി. ഞാൻ ആദ്യം വിചാരിച്ചത് കടലക്കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ചപ്പാത്തി ചുട്ട് കഴിക്കാമെന്നാണ്. പിന്നെ എനിക്ക് ഹെവി ആയിട്ട് കഴിക്കാനായിട്ട് തീരെ താല്പര്യമില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ മുട്ട മാത്രം പുഴുങ്ങി കഴിച്ചത് കേട്ടോ. പിന്നെ ഞാൻ കടിഞ്ചായം കൂടെ വെക്കുന്നുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ ഒരു 1/2 ടീസ്പൂൺ മധുരം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. രാവിലെ എനിക്കിതൊക്കെ വലിയൊരു പാടാണ്. പിന്നെ ശീലമായി വരുവേ. റമളാൻ മാസത്തിലൊക്കെ നമുക്ക് എപ്പോഴും പിന്നെ കഴിക്കുന്നത് കൊണ്ട് അതൊരു ശീലമാകുമല്ലോ. പിന്നെ ഞങ്ങൾ ആദ്യത്തെ 2 ദിവസമൊക്കെ ഉള്ളൂ ലൈറ്റായിട്ട് കഴിക്കും. പിന്നെ ചോറിലേക്ക് കിടക്കും കേട്ടോ. അങ്ങനെയാണ് റമളാൻ മാസത്തിലെ ഇടയത്താഴം കഴിക്കുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഞാനൊന്ന് പൊട്ടി എടുത്ത് വിൽക്കുവാണ് കേട്ടോ. ചായക്കുള്ള വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അപ്പം തന്നെ അരിക്കുള്ള വെള്ളവും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് മോന് കോച്ചിങ് ഉണ്ടേ. അപ്പോൾ അവന് പാല കടപ്പളാമറ്റം സ്കൂളിൽ പോകണം. അവൻ 8 മണിക്ക് പോകണം. അപ്പോൾ ചോറും കറിയും ഒക്കെ റെഡിയാക്കണേ. അല്ലെങ്കിൽ അവൻ ഇന്ന് എന്തുകൂടെ നോമ്പ് വെക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ഗൈസ്. അവൻ എല്ലാ നോമ്പും അങ്ങനെയൊക്കെ പിടിക്കും കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു ചൂടൊക്കെ ആയതുകൊണ്ട് വെക്കണ്ടടാ, കോച്ചിങ് നല്ല പാടല്ലേ. അതുകൊണ്ട് അവൻ വെക്കാതെയാണ് കേട്ടോ പോയത്. മുട്ടയൊക്കെ വയ്ക്കാൻ വെച്ച ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്തിട്ടില്ല ഗൈസ്. ആദ്യം മെയിൻ പരിപാടി ഇത് ഒരു വെള്ളത്തിലിടുക. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ചായയൊക്കെ ഊറ്റി എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിലേക്ക് കുക്കർ തുറന്ന് വിസിലൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു കേട്ടോ. കാരണം തണുത്തിട്ട് വേണമല്ലോ അതിന് പൊളിക്കാൻ. സമയം ഒത്തിരി പോകുന്നുണ്ട്. 5:30 ആകുമ്പം ബാങ്ക് വിളിക്കും. ഈ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ടുണ്ടല്ലോ സമയം പെട്ടെന്ന് പോകും കേട്ടോ. ക്യാമറ ഓണാക്കി ഓഫാക്കി അങ്ങനെ എടുക്കുന്ന ദിവസങ്ങളിൽ ഇനി നേരത്തെ എണീക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒന്നിനും സമയം ഉണ്ടാവില്ല. ഗ്യാസിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആകാറായെന്ന് തോന്നുന്നു ഗൈസ്. നല്ല പോലെ റെഡ് കത്തുന്നുണ്ട്, ഡിമ്മുമായിട്ടുണ്ട് കേട്ടോ. തീരുമെന്നാണ് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സീനില്ല. ഒച്ചയ്ക്ക് സംസാരിക്കാത്തത് അപ്പുറവും ഇപ്പുറവും ഒക്കെ ആൾക്കാർ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യല്ലോ.
ഗൈസ് ഇതാ മുട്ട എടുത്തിട്ടുണ്ട്, ചായ എടുത്തിട്ടുണ്ട്. കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. രാവിലെ മുട്ടയൊക്കെ കഴിക്കുന്നതിനോട് വലിയൊരു എന്താണ്, ഛർദിക്കാൻ വരുമോ എന്നറിയില്ല. ഞാൻ ഈ തപ്പുന്നത് കുരുമുളക് പൊടിയാണ്. എവിടെയെങ്കിലും ഒക്കെ ഞാൻ കൊണ്ട് വെക്കും കേട്ടോ. ഈ കവറിലാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ചെറിയൊരു കവറായിരുന്നേ. അപ്പോൾ അത് വേറെ പാത്രത്തിലൊന്നും ഇടാനായിട്ട് നിന്നില്ല. അങ്ങനെയാണ് എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ എന്തിരുന്നാലും ചില സമയം എനിക്ക് കാണാൻ പറ്റില്ല ഗൈസ്. അതെന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ തൊട്ട് ഫ്രണ്ട് ഇരിപ്പുണ്ടായിരിക്കും, അത് തപ്പി ലാസ്റ്റേ കണ്ടുപിടിക്കത്തുള്ളൂ കേട്ടോ. ചെറുതായിട്ട് നമുക്ക് മുളക് പൊടി കൊടുക്കും. കഴിക്കാം. ഞാൻ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ വെള്ളം മാത്രം എടുത്ത് കഴിച്ചു. കുഴപ്പമൊന്നുമില്ല, വെള്ളം കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മഞ്ഞ എനിക്ക് കഴിച്ചപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ഇച്ചിരി കഴിച്ച് നോക്കി കേട്ടോ. പിന്നെ ഒരു എന്തോ പോലെ തോന്നി, പിന്നെ ഞാനത് കഴിച്ചില്ല. ഗൈസ് അങ്ങനെ ആലോചിക്കാൻ നേരമില്ല. ഇനി നമുക്ക് നിസ്കരിക്കാൻ പോവാം. അതായത് പങ്ക് വിളിച്ചിട്ടില്ല, 5:15 കഴിഞ്ഞതേ ഉള്ളൂ. തഹജ്ജുദ് നിസ്കരിക്കാം. പിന്നെ അപ്പോൾ സുബൈ ബാങ്ക് വിളിക്കും. സുബൈ നിസ്കരിച്ചിട്ട് നമുക്കിനി അടുക്കളയിലേക്ക് വരാം കേട്ടോ. ഇങ്ങനെ കാപ്പികൂടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് വേഗം റൈസ് കുക്കറിലാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഉള്ളു എടുക്കാനായിട്ട് പോയത്. ഗൈസ് നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നേരം വെറുതെ ഇരുന്നു കേട്ടോ. വെറുതെ എന്നല്ല, ഫോണൊക്കെ നോക്കിയിരുന്നു. സമയം 6 മണിയായി. ഇനി നമ്മൾ അടുക്കളയിലേക്ക് പോവാം. മൂത്ത ആൾക്ക് ഇന്ന് എന്താണ് ത്രോ ബോളിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവന് സ്കൂളിൽ പോകണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കി കൊടുക്കണം കേട്ടോ. നല്ല ഇരുട്ടാണ് ഇപ്പോഴും. കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ആരും എണീറ്റിട്ടില്ല എന്നല്ല, ചില വീട്ടിലൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, അവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്. ഇവിടെയൊന്നും ഭയങ്കര ഇരുട്ടാണേ, കാണത്തൊന്നുമില്ല. ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, നേരം വെളുത്ത് വരുന്നുണ്ട്. പ്ലീസ് ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അടച്ചിട്ടേക്കാം. കുറ്റിയൊന്നും ഇടുന്നില്ല കേട്ടോ. മുട്ട പുഴുങ്ങിയപ്പോഴുണ്ടല്ലോ ഇവിടെ എല്ലാം തെറിച്ചു. വെള്ളം വീണ് അതിൻ്റെ വെള്ളപ്പാട് കിടപ്പുണ്ട്. അതാണ് എനിക്ക് തുടച്ചത്. നല്ല രാത്രിയെ എല്ലാം നീറ്റാക്കിയിട്ടൊക്കെയാണ് കിടന്നത്. പക്ഷെ എന്തോ പോലെയാണ്, ഗ്യാസിൽ എന്തെങ്കിലും ഒരു പാട് പിടിച്ചിരുന്നാൽ കുക്ക് ചെയ്യാനായിട്ട് എന്തോ പോലെ എനിക്ക് തോന്നും. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കൊഞ്ഞ പോലെ തോന്നും. ഇതിൻ്റെ ആണ് കേട്ടോ. ഇത് വല്ലാത്തൊരു പാടാണ് ഇത് വെക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, 2 കൊല്ലം ഞാൻ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ കട്ടക്കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കട്ടക്കമ്പി ഊരിയപ്പോൾ എന്നോട് സ്ഥിരമായിട്ട് വെക്കണം, അതായത് രാത്രി മാത്രം വെച്ച് കിടന്നാൽ മതി എന്ന് പറഞ്ഞാണ്. മടിയും കാരണം കൊണ്ട് നമ്മൾ ഇടയ്ക്ക് വെക്കുമ്പോൾ ഇടയ്ക്ക് മറന്നു പോവും. അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, നന്നായിട്ട് പല്ല് അകലാൻ തുടങ്ങി. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും, നന്നായിട്ട് അകന്നു കേട്ടോ. ഭയങ്കര വൃത്തികേടാകാൻ തുടങ്ങി. എല്ലാവരും പറയാൻ തുടങ്ങി എന്ത് വൃത്തികേടാണ് ഫ്രണ്ടിലെ പല്ല് നന്നായിട്ട് അകന്നേ. അപ്പോൾ എന്ത് ചെയ്യാനാ, വീണ്ടും കമ്പിയിലേക്ക് കയറിയതാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് മറന്നു പോയിട്ടു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഡോക്ടർ പറഞ്ഞു രാത്രി മാത്രം പോരാ, 24 മണിക്കൂറും ഇത് വെച്ചുകൊണ്ടിരിക്കണമെന്ന്. ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ ഊരാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു പാടാണ് കേട്ടോ. നമ്മൾ ഈ മേളിൽ ഈ സാധനം വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിലൊരു കട്ടിയുള്ള സംഭവമില്ലേ, അത് ഈ നാക്കിങ്ങനെ പോയി തട്ടി ഒരുമാതിരിയാണ് വർത്താനം പറയുമ്പോൾ. എന്ത് ചെയ്യാനാണ് കേസ്. അപ്പം നമുക്ക് ജോലിയിലേക്ക് കിടക്കാം. ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ.
ചോറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ രാവിലെ കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മോനെ കൊടുത്തു വിടാൻ വേണ്ടി. അതിനെന്തെങ്കിലും ഒരു കറി തട്ടിക്കൂട്ടണം. പിന്നെ ചപ്പാത്തി ഇന്നലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, കടലക്കറി ഇരിപ്പുണ്ട്, മുട്ടയും നമ്മൾ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല. നിങ്ങൾക്ക് കേൾക്കാമോ എന്നറിയില്ല കേട്ടോ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ എന്നറിയില്ല. അപ്പുറത്ത് മക്കൾ ഉറക്കമാണ്, ഒച്ച വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എന്നും വോയിസ് ഓവറല്ല കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നോൺ വോയിസിൽ സംസാരിക്കാമെന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മൾ ഇപ്പോൾ എനിക്ക് ലൈവും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നതാണ് വാച്ച് അവർ കൂടാനായിട്ട്. അപ്പോൾ മോന് എന്താണ്, ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇടയ്ക്കൊക്കെ മോളെ കാണിക്കുമായിരുന്നു. പക്ഷേ അത് എൻ്റെ ഒപ്പം ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് നോക്കിയിട്ട് പോകും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസമല്ല, ഇപ്പോൾ 10-15 ദിവസമായി കാണുമേ, ഞാൻ ലൈവ് സ്റ്റാർട്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഉടനെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ മോൻ ഹലോ ഗായ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാമെന്നിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞൊരു 1 മിനിറ്റ് പോലും ആയില്ല, അതിന് മുന്നേ റിമൂവ്ഡ് യുവർ ലൈവ് എന്നും പറഞ്ഞ് കാണിച്ചു. പിന്നെ അത് ബ്ലോക്കായി പോയിട്ടോ. അപ്പം ഞാൻ കുറേ പേരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് മോൻ സംസാരിച്ചത് കൊണ്ടായിരിക്കണം. 10-15 ദിവസം കഴിയുമ്പോൾ 20 ദിവസം കഴിയുമ്പോഴത്തേക്കും ശരിയാകും എന്നാണ് പറഞ്ഞത്. ശരിയായിട്ടില്ല ഗൈസ്. ആദ്യം ചെല്ലുന്നിടം പാതാളം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം. ഇനി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, നമുക്ക് ജോലിയിലൊക്കെ അടങ്കം വാ. സമയം ആയിരുന്നു കേട്ടോ. ഇന്ന് മക്കൾക്ക് മദ്രസയിൽ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇളയ ആൾക്ക് അടച്ചിട്ടിപ്പോൾ ഒരാഴ്ചയായിട്ടോ. കാരണം വലിയ എക്സാം വരുന്നത് കൊണ്ട് തന്നെ 4, 5, 6, 7 ക്ലാസ്സുകൾക്ക് 20 എത്രയോ തീയതി തൊട്ട് മദ്രസ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് സ്റ്റഡി ലീവ് കൊടുത്തേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നു മൂത്തയാൾക്ക്, ഇന്നോട്ടാണ് അവനില്ലാത്തത്. ഇതെനിക്ക് റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് ഗൈസ്. പറ്റുന്നില്ല, നോക്കാം. ബാക്കിയുള്ള എണ്ണ വീരട്ടെ. എന്ത് സാധനം വെച്ചാലും ഇപ്പം എന്താണെന്ന് അറിയില്ല, എൻ്റെ ലൈറ്റർ കേടായിപ്പോയി. മറിയ വരച്ചിപ്പം ഭിത്തിയിലൊന്നും ഇടയില്ലാതായി കേട്ടോ മറിയോ. അപ്പു പോവാ സ്കൂളില്. അപ്പം നമ്മുടെ ഇതാ രാവിലത്തെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കാപ്പിക്കും ഒക്കെ റെഡിയായി, അവർ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ ഇവിടെ കൊണ്ട് രാവിലത്തെ സെക്ഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇനി എന്താ തൂത്തുവാരണം, തുടയ്ക്കണം, വാഷിങ്ങിന് തുണി ഇട്ടിട്ടുണ്ട്, അതൊന്ന് വിരിച്ചിടണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓരോരുത്തരായിട്ട് ഇതാ എണീറ്റ് വന്നിട്ടുണ്ട്. മൂത്തയാൾ പോയിട്ടുണ്ടേ, ഇനി രണ്ടാമത്തെ ആൾ ഉറക്കമാണ് ഗൈസ്. അപ്പോൾ ഇനിയും എന്താണ് തുടയ്ക്കുന്നതും തൂക്കുന്നതും ഒക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോസ്. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞ് നമുക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഇനി കാണിക്കാം ഗൈസ്. അപ്പോൾ രാവിലത്തെ സെക്ഷൻ ഇതാ അടുപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുക്കളയിലേക്ക് ഉച്ച കഴിയുമ്പോൾ കയറിയാൽ മതി. മക്കൾക്ക് ഫുഡൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ അവിടെ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ഹായ്, നമ്മളിതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല ചൂടായിരുന്നു ഇന്ന്, നല്ല അത്യാവശ്യം നല്ല ദാഹവും ഒക്കെ ഉണ്ട്. 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്കിനി കറി എന്തെങ്കിലും വെക്കണം. ചിക്കൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കറി വെക്കണം. പിന്നെ പത്തിരിയൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ.
അതൊക്കെ ഉള്ളൂ. ഇന്ന് കാര്യമായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ ഗൈസ്. കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ നോമ്പ്. പിന്നെ എന്താണ്, ഞാൻ മാത്രം എപ്പോഴും നോമ്പ് പിടിച്ചാലും ഇപ്പോൾ ഇടയ്ക്ക് തന്നെ നോമ്പ് പിടിച്ചാൽ തന്നെ ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഉള്ളത് കഴിക്കുക. അതായത് ഉച്ചക്കത്തേക്കൊക്കെ ചോറൊക്കെ കാണുമല്ലോ, അതൊക്കെ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും കഴിക്കും, അത്രേ ഉള്ളൂ. ഇന്ന് പക്ഷെ എന്താണ്, വെറുതെ ചിക്കൻ വാങ്ങിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ചിക്കൻ കറിയും പത്തിരിയും നമുക്ക് വൈകിട്ടാക്കാവുന്ന, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഒരുപാട് ലെങ്തി ആകുന്നതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയുടെ ഒന്നും റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ഇൻഷാല്ലാ ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ഒത്തിരി ലോങ് ആകും, നിങ്ങൾക്ക് ബോറടിച്ചാലോ ഗൈസ്. നമുക്ക് ഇതാണ് കേട്ടോ നോമ്പ് തുറക്കാനായിട്ടുണ്ടായിരുന്നത്. അടിപൊളിയല്ലേ? പിന്നെ ഇതാ ചിക്കൻ കറി ഉണ്ട്, പത്തിരി ഉണ്ട് കേട്ടോ.